അംബാനിക്ക് പോലും ഇത് വാങ്ങാൻ പറ്റില്ലേ? അംബാനി എന്നല്ല, ഇന്ത്യയിലുള്ള പല കോടീശ്വരി വിചാരിച്ചിട്ട് പോലും ഈ കാർ മേടിക്കാൻ പറ്റിയിട്ടില്ല. അതേതാ കാറ്? അതാണ് ദ വൺ ആൻഡ് ഓൺലി പഗാനി. അതിന്റെ റീസൺ എന്താ? പല റീസൺസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നമ്മൾ ഒന്നാമത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ ഡീലർഷിപ്പ് ഇന്ത്യയിലില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാറാണ്. നമ്മുടെ ഇന്ത്യയിൽ മോസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. മൂന്നാമത്തതാണ് ദ മെയിൻ റീസൺ. നമ്മൾ നോക്കുകയാണെങ്കിൽ ടാക്സ് ഏകദേശം 100% അതിന് ടാക്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന പഗാനിക്ക് ഒരു 50 കോടിയാണെങ്കിൽ നമ്മൾ ടാക്സ് എല്ലാം കൂടെ കഴിഞ്ഞത് റോഡിലോട്ട് ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് 100 കോടിയാണ് ആവുന്നത്. ഇപ്പോൾ ഇതെല്ലാം വാങ്ങിക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിലും ദ മെയിൻ ആൻഡ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് റോഡ്. യെസ്, ദ ഇന്ത്യൻ റോഡ്. ഇന്ത്യൻ റോഡ്സിൽ നമ്മൾ ഇത് കണക്കത്തോളം ലക്ഷറി കാർസ് ഇറക്കുവാണെങ്കിൽ ദ മെയിൻ പ്രോബ്ലം ഗട്ടേഴ്സും ബമ്പൊക്കെ കാരണം നമ്മുടെ കാറിൻ്റെ പണി നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ എനിക്ക് കാർ എന്തൂസിയാസ്റ്റുകൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദുബായിലോട്ട് വായോ, ഇവിടുത്തെ റോഡെല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലക്ഷറി കാർ നിങ്ങൾക്ക് ദുബായിൽ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്ന് കമൻറ്റ് ചെയ്തോ.